നമസ്കാരം. 2025 അവസാന സമയങ്ങളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ജ്യോതിഷപ്രകാരം പറയുമ്പോൾ ഏറ്റവും ഭാഗ്യദായകമായ സമയം. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തിയുക്തരായ അല്ലെങ്കിൽ കരുത്തേറിയ 2 ഗ്രഹങ്ങളായ വ്യാഴം, ശനി, ഈ 2 ഗ്രഹങ്ങളുടെയും ചലനമാറ്റമാണ് സംഭവിക്കുന്നത്. അതായത് 11-ാം തീയതി വ്യാഴം വക്രഗതി സഞ്ചാരം ആരംഭിച്ചു. എന്നാൽ ശനിയുടെ കാര്യത്തിലേക്ക് വന്നാൽ, ശനി ഈ നവംബർ മാസം അവസാനത്തോടുകൂടി തൻ്റെ വക്രഗതി സഞ്ചാരം അവസാനിപ്പിച്ച് നേർരേഖാ സഞ്ചാരത്തിന് ഒരുങ്ങുകയാണ്. ഇത് വളരെയധികം നേട്ടങ്ങളാണ് ജ്യോതിഷപ്രകാരം കുറച്ച് വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് നവംബർ 11 മുതൽ മാർച്ച് 11, അതായത് 2026 മാർച്ച് 11 വരെയുള്ള കാലം വ്യാഴം വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. ജ്യോതിഷപ്രകാരം പറയുമ്പോൾ ഒരു ശുഭഗ്രഹം വക്രഗതി സഞ്ചാരം നടത്തുമ്പോൾ അതിൻ്റെ ശുഭകരമായ ഫലങ്ങൾ വളരെയധികം ഇരട്ടിയായി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നതാണ് വിശ്വാസം. എന്നാൽ വ്യാഴം ഇപ്പോൾ കർക്കിടകം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുകയാണ്. ഇനി അടുത്ത മാസം 5-ാം തീയതിയോടുകൂടി മിഥുനം രാശിയിലേക്ക് മാറുകയും ചെയ്യും. എന്നാൽ ശനിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നവംബർ അവസാനത്തോടുകൂടി ശനി വക്രഗതി സഞ്ചാരം മാറ്റി നേർരേഖാ സഞ്ചാരത്തിനാണ് ഒരുങ്ങുന്നത്. വക്രഗതി സഞ്ചാര സമയത്ത് നൽകാതിരുന്നതായ പലവിധ ഭാഗ്യങ്ങളും നേർരേഖാ സഞ്ചാര വേളയിൽ ഇരട്ടിയായി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. അതായത് ഈ 2 ഗ്രഹങ്ങളും, വ്യാഴം ഗുരുസ്ഥാനീയനായ ഗ്രഹമാണ്, ശുഭഗ്രഹവും കൂടിയാണ്. ജ്ഞാനം, സമ്പത്ത്, ഭാഗ്യം, കുട്ടികൾ, മതം, വിശ്വാസം തുടങ്ങിയ പലവിധ കാര്യങ്ങളുടെ കാരകത്വമുള്ള ഗ്രഹമാണ് വ്യാഴം. എന്നാൽ ശനിയുടെ കാര്യത്തിലേക്ക് വന്നാൽ കഠിനാധ്വാനം, നീതി, ദീർഘായുസ്, അച്ചടക്കം തുടങ്ങിയ കാര്യങ്ങളാണ് ശനി കാരകത്വം വഹിക്കുന്നത്. അങ്ങനെയുള്ള വളരെയധികം ശക്തിയായ ഈ 2 ഗ്രഹങ്ങളുടെ ഒന്നിച്ചു ചേരൽ 2026 പ്രാരംഭഘട്ടങ്ങൾ, അതായത് മാർച്ച് മാസം വരെ വളരെയധികം ശുഭകരമായ ഫലങ്ങളാണ് 5 രാശിക്കാരായ ആളുകളുടെ ജീവിതത്തിലേക്ക് പ്രദാനം ചെയ്യാനായി പോകുന്നത്. ഇതിനോടകം വ്യാഴം നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായി പ്രീതിയിലാണ് നിൽക്കുന്നത്. വ്യാഴപ്രീതി നിങ്ങൾക്ക് ഇതിനോടകം ഉണ്ട്. എങ്കിൽ പോലും നിങ്ങൾ ചെയ്യേണ്ടതായ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കേണ്ടതാണ്. കൂടാതെ വിഷ്ണു സഹസ്രനാമം ജപിക്കുവാനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. ഒരുപാട് ആളുകളും ഇതൊക്കെ ചെയ്യുന്നതാണ്. എങ്കിൽ പോലും ഇത് അറിഞ്ഞുകൊണ്ട് ഒന്നുകൂടി നിങ്ങൾ പൂർണ്ണ മനസ്സ് അർപ്പിച്ച് ചെയ്യുന്നതിലൂടെ ഇരട്ടി ഭാഗ്യവും നേട്ടവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അപ്പോൾ വ്യാഴാഴ്ച വ്രതമെടുക്കുന്നത് കൂടാതെ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഭഗവാന് മഞ്ഞ പട്ടുടയാട കൂടി നിങ്ങൾ സമർപ്പിക്കേണ്ടതാണ്. അതേപോലെ നിങ്ങളുടെ വസ്ത്രത്തിലും മഞ്ഞ നിറം കലർന്ന വസ്ത്രം ധരിക്കാനായിട്ട് അന്നേ ദിവസം ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ ഗുരുഗായത്രി ജപിക്കുന്നതും ഗുരുദോഷ ശാന്തിക്കായി കാര്യങ്ങൾ ചെയ്യേണ്ടതും അല്ലെങ്കിൽ ഗുരുപ്രീതി വരുത്താനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതും വളരെയധികം ആനുകൂല്യങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഇതിനോടകം തന്നെ വ്യാഴപ്രീതി നിങ്ങൾ ഉണ്ട് എങ്കിൽ പോലും വീണ്ടും പ്രീതികരമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നാൽ ഒരിക്കലും നിൽക്കാത്തതായ സമ്പത്ത്, അതായത് ഒരിക്കലും നാശമില്ലാത്തതായ സമ്പത്ത് വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിമിത്തം നിങ്ങളിലേക്ക് വന്നെത്തുന്നതാണ്. ഇനി ശനിയുടെ കാര്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇതിനോടകം തന്നെ ശനിപ്രീതിയും നിങ്ങൾക്ക് ഉണ്ട്. ശനിയുടെ വക്രഗതി സഞ്ചാരം കഴിഞ്ഞ് നേർരേഖാ സഞ്ചാരം നവംബർ മാസം അവസാനത്തോടുകൂടി ആരംഭിക്കുമ്പോൾ വളരെയധികം മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് റബ്ബർ, ഇരുമ്പ് തുടങ്ങിയ വസ്തുക്കളൊന്നും ശനിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ വാങ്ങുവാൻ പാടുള്ളതല്ല. കൂടാതെ പ്രായമായ ആളുകളെ ഒരു കാരണവശാലും വേദനിപ്പിക്കാൻ പാടുള്ളതല്ല, ബഹുമാനിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ശനിയുടേതായ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അപ്രീതി നിങ്ങളിലേക്ക് എത്തുന്നതിന് അത് കാരണമാകുന്നതാണ്. അതേപോലെ ശനിപ്രീതിക്കായി ചെയ്യേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ദാനധർമ്മങ്ങൾ ചെയ്യേണ്ടതാണ്. ഉഴുന്ന്, ഇരുമ്പ്, എള്ള്, കറുത്ത തുണി ഇതൊക്കെ നിങ്ങൾക്ക് ദാനം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ദാനധർമാദികളിലൂടെ കൂടി നിങ്ങൾക്ക് ശനിയുടെ കൂടുതലായ പ്രീതി നിങ്ങളിലേക്ക് എത്തുന്നതിന് സഹായിക്കും. ശനിയാഴ്ച വ്രതമെടുക്കുന്നതാണ്. അതേപോലെ തന്നെ ശനിയാഴ്ച ദിവസം അടുത്തുള്ള ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. ശനിദേവനെ കൂടുതൽ നിങ്ങൾ പ്രീതനാക്കുക വഴി നിങ്ങളിലേക്ക് ശനിയുടെ കൂടുതൽ അനുഗ്രഹം വന്നു ചേരും. നമ്മൾ ഓരോ ഗ്രഹങ്ങളും അനുകൂലമാകുമ്പോൾ നമുക്ക് അനുകൂല അവസ്ഥ നമ്മളിലേക്ക് കൂടുതലായി എത്തണമെങ്കിൽ ആ കാര്യങ്ങൾ അവർക്ക് കൂടുതൽ നമ്മളിലേക്ക് പ്രീതി വന്നു ചേരാനായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമോ
അതൊക്കെ നമ്മൾ ചെയ്താൽ മാത്രമേ ഈ ഫലങ്ങൾ, ഈ ഗ്രഹങ്ങളുടെ മാറ്റം സംഭവിക്കുമ്പോഴും അല്ലെങ്കിൽ ആ ഫലങ്ങൾ പൂർണ്ണമായി എന്നും നമ്മളിൽ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. ഓരോ ഗ്രഹങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ, അവയുടെ പ്രീതി നേടാനായി നമ്മളാൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ നമ്മൾ തുടർന്ന് ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നിലയ്ക്കാത്ത സമ്പത്ത് നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ്. വ്യാഴം, ശനി ഈ രണ്ട് ഗ്രഹങ്ങളുടെയും ചലനമാറ്റം ഒരേ സമയം സംഭവിക്കുമ്പോൾ വ്യാഴത്തിൻ്റെ അധിക ശുഭഫലങ്ങളും ശനിയുടെ വേഗതയിലുള്ള കർമ്മഫലങ്ങളും അനുഗ്രഹത്തിൽ അല്ലെങ്കിൽ അനുഭവത്തിൽ വരാൻ പോകുന്ന 5 രാശിക്കാരായ ആളുകളുണ്ട്. ജീവിതത്തിൽ ഇതുവഴി ധാരാളം നേട്ടങ്ങളും മേന്മകളും അനുഭവിക്കാൻ യോഗമുള്ള 5 രാശിക്കാർ. 2025 തുടക്കത്തിൽ ഒരുപാട് ഫലങ്ങൾ വന്നു ചേരുമെന്ന് പറഞ്ഞു, പക്ഷേ ഇതിനോടകം ഒന്നും തന്നെ ലഭിച്ചില്ല എന്ന് വിഷമിച്ചിരിക്കുന്ന നിങ്ങൾക്ക് 2025 ഈ അവസാന ഘട്ടം മുതൽ 2026 പ്രാരംഭ സമയം വരെയുള്ള ആ ഒരു കാലഘട്ടം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ എല്ലാവിധ നേട്ടങ്ങളും വന്നു ചേരും. അപ്രതീക്ഷിതമായി കയ്യിലേക്ക് ധനം വന്നു ചേരുന്നതാണ്. അപ്പോൾ അപ്രതീക്ഷിത ധനം എന്ന് പറയുമ്പോൾ കിട്ടാതിരുന്നതായ ധനമാർഗങ്ങൾ തെളിയുന്നതാണ്. അതേപോലെ തന്നെ ലോട്ടറി പോലെയുള്ള സമ്മാന പദ്ധതികളിൽ നിന്നൊക്കെ സൗഭാഗ്യം വന്നു ചേരുവാനുള്ള ഭാഗ്യം കൂടി ഇവിടെ നിങ്ങൾക്ക് മാർച്ച് വരെ, അതായത് മാർച്ച് 11, പുതുവർഷം മാർച്ച് 11 വരെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആ 5 രാശിക്കാർ ആരൊക്കെയാണെന്ന് കൂടി നോക്കാം. ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരായ ആളുകൾക്ക് വിവാഹ ജീവിതത്തിൽ നിലവിലേതെങ്കിലും വിധത്തിലുള്ള വെല്ലുവിളികൾ, ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി സന്തോഷകരമായ ജീവിതം ഉണ്ടാകുന്നതാണ്. ജീവിത പങ്കാളിക്ക് ജോലിയില്ലാതിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഉത്തമ ജോലി ലഭിക്കുവാനുള്ള ഭാഗ്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അവരുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് അവർക്ക് ഉയർച്ചയുണ്ടാവുകയും അതുവഴി സന്തോഷങ്ങൾ വന്നു ചേരുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഈ അനുഗ്രഹം, അതായത് ഗ്രഹങ്ങളുടെ അനുഗ്രഹമാണ് അവർക്ക് വളരെയധികം ഗുണകരമായി മാറുന്നത് എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും അനുകൂല സമയമാണ്. ആരംഭം കുറിക്കാനായി കഴിയുന്ന സമയങ്ങളാണ് ഈ നവംബർ മാസം മുതൽ 2026 മാർച്ച് 11 വരെയുള്ള സമയം. ഏത് കാര്യത്തിനും നിങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ അനുകൂല ഫലങ്ങൾ ലഭിക്കുന്ന സമയങ്ങളാണ്. അനുകൂല സമയമായതിനാൽ തന്നെ ഏത് പ്രവൃത്തിക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ, അല്ലെങ്കിൽ ഈ ഒരു സമയം വിവാഹം നടക്കുകയാണെങ്കിൽ അത് അനുകൂലമായിരിക്കും. അതേപോലെ ഒരു ബിസിനസ്, ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഏത് കാര്യങ്ങൾക്കും ശുഭകരമായ ഫലം നിങ്ങളെ തേടിയെത്തും. വിജയം നിങ്ങൾക്ക് കൂടെ തന്നെ ഉണ്ടാകുന്നതാണ്. കൂടാതെ ഏതെങ്കിലും പങ്കാളിത്ത ബിസിനസ്സൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഈ നവംബർ മുതൽ 2026 മാർച്ച് 11 വരെയുള്ള സമയം വളരെയധികം അനുയോജ്യ സമയമാണ്. രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യം കാണുന്നില്ല. കൂടാതെ ഇവിടെ ശനിയുടെ നേർരേഖാ സഞ്ചാരം കൂടി വരുമ്പോൾ ആത്മവിശ്വാസ വർധനവുണ്ടാകും. അപ്പോൾ ഏത് കാര്യം ചെയ്താലും എനിക്കത് വിജയത്തിൽ എത്തിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം ഉണ്ടാകും. സഹോദരനുമായി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനായി സാധിക്കുന്നതാണ്. വിജയകരമായ കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ധൈര്യം വർദ്ധിക്കും എന്നതാണ് എടുത്തു പറയേണ്ടത്. അതേപോലെ ചെറിയ ചെറിയ യാത്രകളൊക്കെ വേണ്ടി വന്നേക്കാം. ആ യാത്രകൾ കൊണ്ടും വളരെയധികം ഗുണകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നതായിരിക്കും. ചിത്തിര, ചോതി, വിശാഖം തുലാം രാശിക്കാരായ ആളുകൾക്ക് വ്യാഴത്തിൻ്റെ വക്രഗതി സഞ്ചാരവും ശനിയുടെ നേർരേഖാ സഞ്ചാരവും ഒരുപോലെ തന്നെ വളരെയധികം അനുകൂലത്തെയാണ് നൽകുന്നത്. ഇവിടെ ഉന്നത പദവികൾ വന്നു ചേരുവാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. കർമ്മ മേഖലയിലെ ഒരു വഴിത്തിരിവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന സമയങ്ങളാണ് ഈ നവംബർ മാസം മുതൽ 2026 മാർച്ച് 11 വരെയുള്ള സമയം. തീരുമാനങ്ങളൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് ധൈര്യം വന്നു ചേരുന്നതാണ്. എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വിജയത്തിൽ തന്നെ എത്തിക്കാനായി സാധിക്കുന്ന വളരെയധികം അനുകൂല സമയം തന്നെയാണ്. ഇവിടെ വക്രഗതി സഞ്ചാരം വളരെയധികം പിന്തുണയാണ് ശനിയുടെ വ്യാഴത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ശനിയുടെ വക്രഗതി സഞ്ചാരമായ നേർരേഖാ സഞ്ചാരം കൂടി എത്തുമ്പോൾ ധൈര്യം ഉണ്ടാകുന്നതാണ്. മുടങ്ങിക്കിടന്നതായ പല പദ്ധതികളും, അതായത് വീട് പണിയാകാം, അതേപോലെ വിവാഹ കാര്യങ്ങളാകാം, അങ്ങനെ പല കാര്യങ്ങളും മുടക്കം മാറി പുനർജീവിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ഒരു ജീവനേകാൻ സാധിക്കുന്നു. ഇവിടെ വ്യാഴം ഒരു പുതുജീവൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന സമയം കൂടി 11-ാം തീയതി മുതൽ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ശനിയുടെ നേർരേഖാ സഞ്ചാരം നിമിത്തം രോഗങ്ങൾ ഒഴിയും, കടങ്ങൾ ഒഴിയും, ശത്രുശല്യം ഒഴിയും.
ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശത്രുക്കളുടെ പ്രഹരം നിങ്ങളുടെ നേർക്കൊണ്ട് വാക്കുകൾ കൊണ്ടുമുണ്ട്, പ്രവൃത്തികൾ കൊണ്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ മാറുന്ന സമയമാണ്. കടങ്ങൾ തീർക്കുന്നതിനായിട്ട് ചില സഹായങ്ങൾ ചില മനുഷ്യർ നിമിത്തം ചിലപ്പോൾ സുഹൃത്തുക്കളായിരിക്കും, അല്ലെങ്കിൽ ബന്ധുക്കളായിരിക്കും, കുടുംബാംഗങ്ങളായിരിക്കും, അല്ലെങ്കിൽ സ്വയമേവ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ചില കാര്യങ്ങളുമാകാം. അപ്പോൾ നിങ്ങളുടെ കടങ്ങളിൽ നിന്ന് മോചനമുണ്ടാകുന്നതാണ്. പരാജയങ്ങളൊക്കെ മാറുന്ന സമയമാണ്. നിലവിൽ ആരോഗ്യപരമായി നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ പ്രയാസത്തിലാക്കിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകുന്നതിനും ഇവിടെ ശനിയും നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ശനിയുടെ നിർരേഖ സഞ്ചാരം, വ്യാഴത്തിൻ്റെ വക്രഗതി സഞ്ചാരം, ഇത് രണ്ടും കൂടി ഒരുമിക്കുമ്പോൾ വളരെയധികം ഭാഗ്യ സമയമാണ്. ഈ നവംബർ മുതൽ 2026 മാർച്ച് 11 വരെയുള്ള സമയം നിങ്ങൾ ഏർപ്പെടുന്ന പ്രവൃത്തികളിൽ വിജയമുണ്ടാകും. കടങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് തീർപ്പാക്കാൻ സാധിക്കും. ആരോഗ്യപരമായി നിലനിന്നിരുന്ന പ്രയാസങ്ങളും മാറും. അതേപോലെ തന്നെ ശനിപ്രീതികരമായ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, അത് ചെയ്യുക. വ്യാഴപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുന്നതും വളരെയധികം ഉത്തമമായ ഫലങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് സഹായകമാകുന്നതാണ്. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, മീനം രാശിക്കാരായ ആളുകൾക്കും ശനിയുടെ നിർരേഖ സഞ്ചാരം, വ്യാഴത്തിൻ്റെ വക്രഗതി സഞ്ചാരം കൂടുതൽ ഗുണകരമായ ഫലങ്ങളെ നൽകുന്നതാണ്. വിദ്യാ വിജയം ഉണ്ടാകുന്നതാണ്. ഉന്നത വിദ്യയ്ക്കൊക്കെയുള്ള യോഗം ഉണ്ടാകുന്നതാണ്. വിദ്യാഭ്യാസം കൊണ്ട് കീർത്തി നേടുന്നതാണ്. സുഖകരമായ ജീവിതം വന്നു ചേരുന്നതാണ്. പല മേഖലകളിൽ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകും. നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. മത്സര പരീക്ഷകൾക്ക് ഈ നവംബർ മുതൽ അടുത്ത മാർച്ച് 11 വരെയുള്ള സമയം നിങ്ങൾ മത്സര പരീക്ഷകൾക്ക് എന്ത് തയ്യാറെടുത്താലും അതിലൊക്കെ നിങ്ങൾക്ക് വിജയം ഉറപ്പായി തന്നെ കൂടെ ഉണ്ടാകുന്നതാണ്. വ്യാഴത്തിൻ്റെ സ്വാധീനം കാരണം കുട്ടികളുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളൊക്കെ ഒഴിയുന്ന സമയം കൂടിയാണ്. അപ്പോൾ സന്താന യോഗം കാണുന്ന സമയമാണ്. സന്താന സൗഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്നതാണ്. സന്തോഷകരമായ വാർത്തകൾ ശ്രവിക്കുവാൻ ഒരുപാട് നാളുകളായി കാത്തിരുന്നതായ സന്താന സൗഭാഗ്യം എന്ന സന്തോഷകരമായ വാർത്ത നിങ്ങൾക്ക് ശ്രവിക്കുവാനുള്ള ഭാഗ്യം കൂടി ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ വ്യക്തിത്വത്തിൽ കൂടി, അതായത് നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റിയിൽ പോലും നിങ്ങൾക്ക് വളരെയധികം മാറ്റം ഉണ്ടാകുന്നതാണ്. ശനിയുടെ നേർരേഖ സഞ്ചാരം നിമിത്തം കാര്യങ്ങളൊക്കെ ചിട്ടയായി മാറും. ജീവിതത്തിലൊരു ചിട്ട, അച്ചടക്കം ഇതൊക്കെ വന്നു ചേരുന്ന സമയമായിരിക്കും. ഉത്തരവാദിത്വ ബോധം വർദ്ധിക്കുന്നതാണ്. ഏതു കാര്യത്തെയും കൃത്യതയോടുകൂടി ചെയ്ത് തീർപ്പാക്കി അതിൻ്റെ ഫലം അനുഭവിക്കാനുള്ള യോഗം കൂടി ഉണ്ടാകും. കളിയാക്കിയവരും കുറ്റം പറഞ്ഞതായ ആളുകളുടെ മുന്നിൽ തലയുയർത്തി ജീവിക്കുവാനുള്ള ഭാഗ്യം കൂടി ഇവിടെ നിങ്ങൾക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നവംബർ മുതൽ 2026 മാർച്ച് 11 വരെയുള്ള സമയം വളരെയധികം നേട്ടവും ഭാഗ്യവും നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും. മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാർക്കും ഇവിടെ വക്രഗതി സഞ്ചാരം വ്യാഴം നടത്തുന്നതിനാൽ തന്നെ ജ്ഞാനം വർദ്ധിക്കുന്നതാണ്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം ജനിക്കുന്ന സമയമാണ്. വ്യക്തിത്വത്തിൽ തന്നെ ഒരു നല്ല മാറ്റം ഉണ്ടാകുന്നതാണ്. നിങ്ങൾ എന്താണ്, നിങ്ങളുടെ കഴിവുകൾ ഏതൊക്കെയാണ്, ഏതെല്ലാം മേഖലയിൽ നിങ്ങൾക്ക് ശോഭിക്കാൻ സാധിക്കും എന്ന ഒരു ഉള്ളിലുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയം കൂടിയാണ്. കാരണം അറിവ്, ജ്ഞാനം, വിജ്ഞാനം ഇതൊക്കെ നൽകുന്ന കാരകഗ്രഹം കൂടിയാണ് ഇവിടെ വ്യാഴം. അപ്പോൾ വ്യാഴത്തിൻ്റെ ഒരു അനുകൂലം നിങ്ങളുടെ ഉള്ളതിനാൽ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നതായ പല വിധേനയുള്ള കഴിവുകൾ പുറത്തെടുക്കാനും അതുവഴി കീർത്തിയും അംഗീകാരവും നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. കൂടാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുന്നതിനാൽ തന്നെ വിവാഹ കാര്യങ്ങളിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും. വിവാഹം തടസ്സപ്പെട്ടിരിക്കുന്ന ആളുകൾക്കും അല്ലെങ്കിൽ വിവാഹത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുള്ള ആളുകൾക്കും അതിൽ നിന്നൊക്കെ മാറ്റമുണ്ടാകുന്നതാണ്. അവിവാഹിതരായ ആളുകൾക്ക് ഉത്തമമായ ബന്ധം ഈ ഒരു സമയം വന്നു ചേരാൻ ഭാഗ്യം കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചതിനും അപ്പുറം ഉത്തമയായ ഇണയെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകും. അപ്പോൾ ഈ നവംബർ മുതൽ 2026 മാർച്ച് 11 വരെയുള്ള സമയം നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം, അത് ആഗ്രഹിച്ചതിൽ ഇരട്ടി നേട്ടവും മേന്മയുമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതിന് വ്യാഴത്തിൻ്റെ സഹായം അല്ലെങ്കിൽ ആനുകൂല്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. കൂടാതെ ഇവിടെ സാമ്പത്തിക കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ ഒരു മാറ്റം പ്രതീക്ഷിക്കുക. അപ്പോൾ അപ്രതീക്ഷിതമായി നിലച്ചിരിക്കാത്ത വേളയിൽ നിലച്ചിരിക്കാത്ത മാർഗത്തിലൂടെ നിങ്ങളുടെ കയ്യിലേക്ക് ധനം വന്നു ചേരും. ചിലപ്പോൾ ലോട്ടറി ഭാഗ്യമാകാം, അല്ലെങ്കിൽ ഒരിക്കലും കിട്ടില്ല എന്ന് പറഞ്ഞ് കടം കൊടുത്തത് ചിലപ്പോൾ തിരികെ കിട്ടുന്നതാകാം. അങ്ങനെ പലവിധ കാര്യങ്ങൾ, അതേപോലെ പൂർവിക സ്വത്ത് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതാകാം. ഏതായാലും സാമ്പത്തികമായി വമ്പനൊരു മാറ്റം വരുന്ന 2026 മാർച്ച് 11 നിങ്ങളെ തേടി എത്തുമെന്നതിൽ സംശയം വേണ്ട. വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുക, വ്യാഴാഴ്ച വ്രതമെടുക്കുക, ഭഗവാന് മഞ്ഞ പട്ടുടയാട സമർപ്പിക്കുക, പാൽപ്പായസ വഴിപാട്, തുളസിമാല, ഇതിലേതായാലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ വ്യാഴപ്രീതി കൂടുതലായി നിങ്ങൾ നേടിയെടുക്കുകയാണെങ്കിൽ അതിലിരട്ടി, അതായത് ഗ്രഹമാറ്റങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ജീവിതകാലം സന്തോഷത്തോടുകൂടി കഴിയുന്നതിനുള്ള സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന് ഒരു മുട്ടും അല്ലലുമില്ലാതെ മുന്നോട്ട് പോകുന്നതിനും സഹായകമാകുന്നതാണ്.
പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകൻ രാശിക്കാരായ ആളുകൾക്കും ഇവിടെ വ്യാഴം വളരെയധികം ആനുകൂല്യം നൽകുന്നതിനാൽ തന്നെ വിദേശ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂല ഫലങ്ങൾ വന്നു ചേരുമ്പോൾ വിദേശ യാത്രയ്ക്ക് ഏതെങ്കിലും വിധത്തിൽ തടസ്സങ്ങൾ നേരിട്ടിരുന്നവരാണെങ്കിൽ ഈ നവംബർ മുതൽ തുടങ്ങി മാർച്ച് 11 വരെയുള്ള സമയം ഉത്തമ വിദേശ യാത്ര അല്ലെങ്കിൽ ഉത്തമമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഫലമുണ്ടാകുന്നതാണ്. വിദേശ ജോലി നിങ്ങളെ തേടിയെത്തുന്നതാണ്. പഠനത്തിനാകാം, അല്ലെങ്കിൽ ജോലിക്കാകാം, അല്ലെങ്കിൽ വിദേശത്ത് പങ്കാളിയുടെ അടുത്തേക്ക് പോകുന്നതായാലും ഏതായാലും നിങ്ങൾക്ക് വിദേശ ഭാഗ്യം കാണുന്നുള്ള സമയമാണ് വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിമിത്തം. കൂടാതെ ദീർഘകാലമായി കാത്തിരുന്ന പല കാര്യങ്ങളും നടക്കേണ്ട സമയമാണ്. ഭാഗ്യാനുഭവം, ധാരാളം ആനുകൂല്യങ്ങൾ ഭാഗ്യത്തിൻ്റെതായി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് വ്യാഴമാണ്. വ്യാഴത്തിൻ്റെ ആനുകൂല്യം നിങ്ങളിലേക്കുള്ളതിനാൽ തന്നെ വ്യാഴപ്രീതികരമായ കാര്യങ്ങൾ കൂടുതലായി നിങ്ങൾ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. പിതാവിൽ നിന്ന് ചില സഹായങ്ങൾ, അല്ലെങ്കിൽ ഗുരുസ്ഥാനീയരായ ആളുകളിൽ നിന്ന് ചില സഹായങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അതായത് പിതാവിൽ നിന്ന് ഏതെങ്കിലും അകൽച്ചയായിട്ട് കഴിയുന്നവരാണെങ്കിൽ പോലും ആ അകൽച്ചയൊക്കെ മാറി വീണ്ടും സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനായി സാധിക്കുന്നതാണ്. ആത്മീയ കാര്യങ്ങൾ, അതായത് വ്യാഴം ആത്മീയതയുടെയൊക്കെ കാരകനാണ്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുകയും അതേപോലെ തീർത്ഥാടന കാര്യങ്ങളൊക്കെ ചെയ്യാനായി മനസ്സുണ്ടാകുകയും അതിനുള്ള യോഗം ഉണ്ടാവുകയും തീർത്ഥാടനം നടത്തുമ്പോൾ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ സാക്ഷാത്കരിക്കപ്പെടുകയും നമ്മൾ ഓരോ ക്ഷേത്ര ദർശനം നടത്തുമ്പോഴും മനസ്സിൽ ഓരോ ഇംഗിതങ്ങൾ ഉണ്ടാകും, ഇന്ന കാര്യം നടക്കണം, ഇന്നത് നടക്കണമെന്ന്. അപ്പോൾ ഇവിടെ അനുകൂല സമയമായതിനാൽ വ്യാഴത്തിൻ്റെ ആനുകൂല്യം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകളും ഫലമായി മാറുന്ന സമയമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 2025 പ്രാരംഭഘട്ടങ്ങളിൽ ഗുണകരമായ ഒരു ഫലവും ലഭിക്കാതിരുന്ന നിങ്ങൾക്ക് ഈ നവംബർ മുതൽ 2026 മാർച്ച് 11 വരെയുള്ള സമയം വ്യാഴവും ശനിയും നൽകുന്നത് വമ്പൻ നേട്ടങ്ങളാണ്. ഒരുപാട് ഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ടാകും. വ്യാഴപ്രീതികരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക, ശനിപ്രീതികരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇരട്ടി ഫലം ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നതാണ്.